തെരഞ്ഞെടുപ്പ് പര്യടനം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ശക്തമായിട്ടുള്ള പ്രചാരണ പരിപാടികളുമായി മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ രംഗത്ത് വരികയാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശം? വളരെ ആവേശോജ്വലമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. വളരെ പോസിറ്റീവ് രീതിയിലുള്ള റെസ്പോൺസസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷയിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തിരുവനന്തപുരത്തെ മറ്റ് മണ്ഡലങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഒരു അവസാനം ആണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത് എന്നുള്ള രീതിക്കുള്ളൊരു ഒരു പ്രചാരണമാണ് എതിർ കക്ഷികൾ ഉന്നയിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുന്നിടത്തൊക്കെ എനിക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ്. ഒന്ന്, ഈ പറഞ്ഞ പോലെ അവരെല്ലാം ടി വിയിലൂടെ അവരെന്നെ സ്വീകരിച്ച ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ളൊരു 5 വർഷം അവർക്ക് നേരിട്ട് എന്നെ കണ്ട് സ്വീകരിക്കാനുള്ളൊരു അവസരവും കൂടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ആയിരിക്കണം അവർക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുറകിലോട്ട് എന്നുള്ളൊരു ഫീൽ എനിക്കിതുവരെ തോന്നണില്ല. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്? ആദ്യമായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള പല സൗകര്യങ്ങളും ഇവിടെ ലഭ്യത വരുത്താനായിട്ടുണ്ട്. അതിൽ നമുക്ക് എടുത്തു പറയുമ്പോൾ തന്നെ നമ്മൾ കുടിവെള്ള ക്ഷാമമുണ്ട്. അതുപോലെ തന്നെ പല ഉൾപ്രദേശങ്ങളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ സിറ്റിയിൽ നിന്നൊക്കെ ജോലി കഴിഞ്ഞ് വരുന്ന വനിതകൾക്കൊക്കെ വീട്ടിലേക്ക് പോകാൻ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ലൈറ്റ്സ് ഒന്നും പല സ്ഥലങ്ങളിലില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വന്യജീവികളുടെ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന പല മേഖലകളുണ്ട്. പിന്നെ കുടിവെള്ള ക്ഷാമമുണ്ട്. അപ്പോൾ നമ്മളെല്ലാം പെട്ടെന്ന് ചിന്തിക്കും അരുവിക്കരയിൽ കുടിവെള്ള ക്ഷാമമെന്ന് ചിന്തിക്കും. പക്ഷേ നമ്മുടെ പല ഭാഗത്തും അരുവിക്കരയിൽ നിന്നാണ് വെള്ളം പോകുന്നതെന്നുണ്ടെങ്കിലും ഇന്നും അരുവിക്കരയിലെ പല പഞ്ചായത്തുകളിലും കുടിവെള്ള ക്ഷാമം നിലനിൽക്കുകയാണ്. അപ്പോൾ ജൽജീവൻ മിഷൻ്റെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതികൾ വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ഈ പറഞ്ഞ പോലെ മെയിൻ റോഡിൽ നിന്ന് വീട്ടിലേക്ക് പോണ കണക്ഷൻ വരെ എത്തി നിൽക്കുക. വീട്ടിൽ പൈപ്പ് വെച്ചിട്ടുണ്ട്, പക്ഷേ പൈപ്പിൽ വെള്ളമില്ല. അതൊക്കെ ഇവിടുത്തെ ഇപ്പം സിറ്റിംഗ് ആയിട്ടുള്ള MLAയുടെ അനാസ്ഥ കൂടിയാണെന്ന് വേണം പറയാനായിട്ട്. നമുക്ക് പല ഇതുപോലുള്ള നിലനിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട്. പിന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പലയിടത്തും സർവ്വസജ്ജമായിട്ടുള്ള ആരോഗ്യ കേന്ദ്രങ്ങളില്ല, ആംബുലൻസസ് ഇല്ല. അപ്പം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ 8 പഞ്ചായത്തോളം ഉണ്ടെങ്കിലും അവിടെ ഒന്നും ഗ്രൗണ്ടുകളേ ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ യുവാക്കൾക്കൊന്ന് കളിക്കാനായിട്ടോ, എല്ലാവരും ഞാൻ പറയാതെ തന്നെ അറിയില്ല, നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങിക്കൂടും. അപ്പം പുറത്തിറങ്ങി ഒന്ന് കളിക്കണം എന്ന് വിചാരിച്ചാൽ പോലും, യുവാക്കളൊന്ന് ഒത്തുകൂടണം എന്ന് വിചാരിച്ചാൽ പോലും ഒരു ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ സെറ്റിൽമെൻറ്റ് ഏരിയയിൽ ഒത്തിരി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ ഞാൻ ആ കോട്ടൂരൊക്കെ പോയ സമയത്ത് പല സ്ഥലങ്ങളിൽ റോഡില്ല. അവിടെയൊക്കെ മറ്റേ 4 വീൽ ഡ്രൈവ് ജീപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗിയെ അവിടുന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡെലിവറിക്ക് കൊണ്ടുപോയ ഒരു ലേഡി ഓട്ടോയിൽ വെച്ച് കഴിഞ്ഞാൽ പ്രസവിക്കേണ്ട ഒരു അവസ്ഥ വരെ വന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, ഈ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ കടമ വിജയിച്ച് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കിയിട്ട് പയ്യെ അരുവിക്കര മണ്ഡലം ഈ കേരളത്തിലുടനീളം ഉള്ള കോൺസ്റ്റിറ്റ്യുവൻസി വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു മികച്ച മണ്ഡലമാക്കി തീർക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നം കൂടിയാണ്. അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് NDA BJP ഇവിടെ വോട്ട് തേടുന്നത്. അരുവിക്കരയിൽ ഇത്തവണ ഒരു മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് NDA സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ പ്രവർത്തകരും വിശ്വസിക്കുന്നത്. ക്യാമറാമാൻ ജോസിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.